ഹലോ യൂട്യൂബ്. നമ്മളിപ്പോൾ നിൽക്കുന്ന യൂറോപ്പിലെ സ്ലൊവാക്യ എന്ന് പറയുന്ന ഒരു കൺട്രിയാണ്. ഇവിടെ ഞാൻ എത്തിയതും എങ്ങനെ വന്നു എങ്ങനെയുള്ളതെന്നൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് ഈ വീഡിയോ. അപ്പം നമുക്ക് വീഡിയോയിലിടുക. അങ്ങനെ നമ്മൾ എയർപോർട്ട് എത്തി. ഇവർ 3 മണിക്കൂർ മുമ്പാണ് നമ്മൾ സാധാരണ ഇവിടെ വരാൻ അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. നമ്മൾ പക്ഷേ ഇന്ന് അതിന് നല്ല നേരത്തെ എത്തി. 7 മണിക്കാണ് ഫ്ലൈറ്റ്. പക്ഷെ നമ്മളിന്ന് 12 മണിക്ക് എത്തി. 3 മണിക്കൂർ മുമ്പേ എത്തിയാതെയായിരുന്നു. പക്ഷേ ഇന്ന് കുറച്ച് പരിപാടിയുണ്ട്. മറ്റേ നേവി ഓപ്പറേഷൻ ഡെമോ പരിപാടി ഉള്ളതുകൊണ്ട് രാഷ്ട്രപതിയും അവരൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങേണ്ടി വന്നു. അങ്ങനെ നമ്മളിവിടെ എത്തി. ഒരു ഒരു ബാഗ് മാത്രം നമ്മൾ റാപ്പ് ചെയ്തു. ഇതാണ് ഇവിടെ 500 രൂപയാണ് ഇതിന്. അങ്ങനെ നമ്മൾ ഒരെണ്ണം റാപ്പ് ചെയ്തിട്ടുണ്ട്. അത് വൈറ്റ് ബാഗാണ്, ചിലപ്പോൾ പൊട്ടാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. അങ്ങനെ എന്തായാലും ആ പരിപാടി കഴിഞ്ഞ് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് കയറാമെന്നുള്ള പ്ലാനാണ്. നല്ല നേരത്തെ ആണല്ലോ, ഇത്രയും നേരത്തെ വന്നുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് കയറാം എന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കാം. ഇന്നത്തെ ഒരു കിടിലം പരിപാടി മിസ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ പോകാൻ നിൽക്കുന്നത്. അതൊന്നും അല്ലല്ലോ, നമുക്കിതാണല്ലോ പ്രധാനം. അപ്പോൾ എങ്ങനെയായാലും സമയമായി. അകത്ത് കയറിയപ്പോൾ അവർ പറഞ്ഞ് ചെക്ക് ഇൻ ചെയ്യാൻ ടൈം ആയിട്ടില്ല. അവിടെ വെളിയിൽ നിന്നപ്പോൾ ചെക്ക് ഇൻ ആണെന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അവിടെ ബോർഡിലും കൊടുത്തിട്ടുണ്ട് ചെക്ക് ഇൻ സ്റ്റാർട്ട് ആയെന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അത് കണ്ടിട്ടാണ് നമ്മൾ അകത്ത് കയറിയപ്പോൾ അവർ പറഞ്ഞ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് പരിപാടിയെല്ലാം കഴിഞ്ഞു. അങ്ങനെ അവർ ചെക്കിൻ ഓപ്പൺ ആയെന്ന് പറഞ്ഞ് വന്ന് പറഞ്ഞായിരുന്നു ചെക്കിൻ ഓപ്പൺ ആയെന്ന്. അത് കാരണം നമ്മൾ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം ഉണ്ടായിരുന്നു. നമ്മൾ എയർ അറേബ്യ ഫ്ലൈറ്റിലാണ് പോകുന്നത്. ഫ്ലൈറ്റ് ലേറ്റ് ആണെന്ന് അവർ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, കുറച്ച് നേരം ലേറ്റ് ആണ്. എന്തായാലും കുഴപ്പമില്ല. എന്തായാലും വലിയ വിഷയങ്ങളൊന്നുമില്ല. നേരെ നമ്മൾ പോകുന്നത് ഇമിഗ്രേഷനിലോട്ടാണ്. ഇമിഗ്രേഷനിലോട്ട് പോകുമ്പം നമുക്കവിടെ ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ കുറച്ച് അവിടെ തന്നെ എഴുതിയിരിക്കും, ഇമിഗ്രേഷനാണ്, ക്യാമറ ഇത് ചെയ്യണമെന്ന്, യൂസ് ചെയ്യാൻ പാടില്ലെന്ന് എഴുതിയിരിക്കും. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നില്ല. നമ്മൾ ഇമിഗ്രേഷനും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം. അങ്ങനെ ഇമിഗ്രേഷനും ഇതെല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി ഇവിടെ ലോഞ്ച് എവിടെയാണെന്നുള്ളത് തപ്പണം. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് കയറി വരുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ്. നമുക്ക് ത്രീയിലാണ് ഇതുള്ളത്, പോകാനുള്ളത്. അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ആദ്യം നീ സമയമുണ്ടേ, കുറേ മണിക്കൂറുകളുണ്ടെന്ന് തോന്നുന്നു. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മൾ ആദ്യം ലോഞ്ചിൽ പോയി. ഇതാണ് 3, അവിടെയാണ് നമുക്ക് പോകാനുള്ള ഗേറ്റ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ലോഞ്ച് കണ്ടുപിടിക്കണം. ലോഞ്ചിൽ പോയി ഇരുന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് തിരിച്ച് വന്നാലേ ഒരു നടക്കുള്ളൂ. ലോഞ്ച് ആക്സസ് എന്തായാലും ഉള്ളതല്ലേ നമ്മുടെ കാർഡിൽ, വെറുതെ അത് വേസ്റ്റ് ആക്കുന്നതിന്. അപ്പോൾ നേരെ എന്തായാലും ലോഞ്ചിൽ പോകാമെന്ന് വിചാരിച്ചു. അവിടെ ലോഞ്ചിൻ്റെ ഇത് എഴുതിയിട്ടുണ്ട്. അങ്ങനെ നടന്നു വന്നപ്പോൾ അപ്പോൾ ഇതുവഴി പോകണമെന്നാണ് പറയുന്നത്. ഇത് ഈ ഇടവഴിയൊക്കെ പോലെ ഉണ്ട് ഇവിടെ. ഇവിടെ വെയിറ്റിംഗ് ഹാളാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഇത് എവിടെയാണ് ഇത്? ഇങ്ങനെ നമ്മൾ ലോഞ്ചിൻ്റെ ഫ്രണ്ടിൽ എത്തി. ഇതാണ് ഇവിടുത്തെ ലോഞ്ച്. ഇവിടെ നമ്മൾ ലോഞ്ച് ആക്സസ് ഉള്ള കാർഡ് കാണിക്കുക. ഇവിടെ 2 രൂപയാണ് എടുത്തത്. ഡൊമസ്റ്റിക്കിൽ 1 രൂപയാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം ഇവിടെ കുറച്ച് ഒരു 5-10 മിനിറ്റ് ഇരിക്കുകയാണ്. കുറച്ച് നേരം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്തതല്ലേ, എന്തായാലും കുഴപ്പമില്ലാന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് വരുന്നൊരു പോർഷനിലാണ് ഈ ഫുഡിൻ്റെ ഐറ്റംസും കാര്യങ്ങളും ഉള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് കഴിക്കാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട എല്ലാത്തിൽ നിന്നും കുറച്ചായിട്ടൊക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാനുള്ള പ്ലാനായി. ഫ്രൂട്ട്സും കുറച്ച് സലാഡും ആണ് നമ്മൾ അത് കഴിഞ്ഞിട്ട് എടുത്തത്. അപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ ന്യൂസിൽ ഇന്നത്തെ ശംഖുമുഖത്തെ പരിപാടിയെല്ലാം കാണിക്കുന്നുണ്ട്. പോകാൻ പറ്റാത്തതിൽ ചെറിയൊരു വിഷമമുണ്ട്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് അപ്പുറത്ത് പോയി ചായയൊക്കെ ഓർഡർ ചെയ്യാൻ പറ്റുന്നതാണ്. ചായ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അവർ കൊണ്ടുതരും. പിന്നെ കറക്റ്റ് ഇന്നത്തെ ദിവസം 4 വർഷം മുമ്പാണ് ഞാൻ വേറെ സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി കയറുന്നത്. അപ്പം കറക്റ്റ് ഇന്നായപ്പോൾ അവരതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരുമല്ലോ, അപ്പോൾ അതൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. നല്ല കാര്യം. എന്തായാലും അതും കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അടുത്ത കറക്റ്റ് അതേ ദിവസം തന്നെ ഫ്ലൈറ്റിൽ കയറാനുള്ളൊരു ഭാഗ്യം കിട്ടിയല്ലോ. എന്തായാലും കൊള്ളാം. നമ്മളങ്ങനെ ലോഞ്ചിൻ്റെ വെളിയിലോട്ട് ഇറങ്ങി. നേരെ നമ്മുടെ ഗേറ്റിന് അങ്ങോട്ട് പോകാനുള്ള പ്ലാനാണ്. എന്തായാലും ആവശ്യത്തിന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. ഒരു ചായയും കുടിച്ച് നല്ല കൊള്ളാം, നല്ല കുഴപ്പമൊന്നുമില്ല. ഇവിടത്തേക്കാളും കിടിലാണ് നമ്മുടെ ഡൽഹിയിലെ ലോഞ്ച്. അവിടുത്തെ നൈസാണ്, കുറച്ചും കൂടെ വൈബാണ്, നല്ല വലുതാണ്. ഫുഡിൻ്റെ ഐറ്റംസ് കുറച്ചും കൂടെ കൂടുതലുണ്ട്. കുറച്ചല്ല, നല്ല രീതിക്ക് അവിടെ കൂടുതലുണ്ടായിരുന്നു. ഇവിടെ ഫുഡ് ഓക്കെയാണ്, പക്ഷേ കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ ഇവിടത്തേക്കാളും കുറച്ചും കൂടെ
നമ്മളാ ഡൊമസ്റ്റിക്കിൽ ട്രിവാൻഡ്രം ഡൊമസ്റ്റിക്കിൽ ലോഞ്ച് കൊള്ളാമെന്ന് തോന്നുന്നു. പിന്നെ ഇതാണ് അദാനി ലോഞ്ച്. ഇവിടെ കുറച്ചും കൂടെ കിടിലമാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഞാൻ കയറിയില്ല. ഫുഡൊക്കെ കഴിച്ച സ്ഥിതിക്ക് എന്തായാലും കയറി നോക്കാനുള്ള ഇന്നത്തെ പ്ലാനില്ല. നമുക്ക് പിന്നെ ഒരു പ്രാവശ്യം വരുന്ന സമയത്ത് എന്തായാലും ഇവിടെ കയറി നോക്കാം അടുത്ത പ്രാവശ്യമായിട്ട്. അപ്പോൾ അവർ കുറച്ചും കൂടെ ഇവിടെ കിടിലമാക്കും. ഞാൻ ഇനി പോയിട്ട് വരുമ്പോൾ ഈ എയർപോർട്ട് കുറച്ചും കൂടെ കിടിലമായിരിക്കും. പിന്നെ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ അപ്പം അറിയാം. എന്തായാലും കുറേ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ഇവിടെ എയർപോർട്ടിൽ. ഇപ്പം ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് ചെറിയൊരു എയർപോർട്ടാണ്. ഓക്കെയാണ് എയർപോർട്ട്. വലിയ കിടിലമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ എയർപോർട്ടാണിത്. വേറെ പല രാജ്യത്തും ഇതിനേക്കാളും ഷോക്കായിട്ടുള്ള എയർപോർട്ടുകളുണ്ട്. നമ്മളെ രാജ്യത്ത് വെച്ച് നോക്കുമ്പോൾ ഒരു നല്ല കിടിലം എയർപോർട്ടാണ്. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ കുറേ നേരമായി. അപ്പോഴേക്കും അവർ ഇത് തുടങ്ങി. ആദ്യം കുറച്ച് സെക്ഷനിലുള്ള ആൾക്കാർ, പിന്നെ അടുത്ത കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മളെയും വിളിച്ചു. നമ്മളങ്ങനെ അകത്ത് കയറിയപ്പോൾ നല്ല ക്യൂ ആണ്. ഇവിടെ നിന്ന് കയറുമ്പോഴേക്കും നമ്മുടെ അടുത്ത് എത്ര വോൾട്ടിൻ്റെ ബാറ്ററി എന്ന് വെച്ചാൽ എത്ര വോൾട്ടിൻ്റെ പവർ ബാങ്കാണ് നമ്മുടെ കയ്യിലുള്ളതെന്നൊക്കെ ചോദിച്ചിട്ടൊക്കെയാണ് അകത്ത് കയറ്റുന്നത്. അങ്ങനെ പതുക്കെ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു. കുറേ നേരമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. എന്ന് വെച്ചാൽ ഫ്ലൈറ്റ് അത്രയ്ക്ക് ഡിലേ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് അകത്ത് കയറുന്നത്. ഇങ്ങനെ നമ്മൾ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് നേരെ പോകുന്നത് ഷാർജ എയർപോർട്ടിലോട്ടാണ്. ഷാർജ എയർപോർട്ട് എനിക്ക് വലിയൊരു താല്പര്യമുള്ള എയർപോർട്ടല്ല. എന്തായാലും നമ്മൾ ഈ ഒരു ഇതാണ് നമുക്ക് ഒരു റേറ്റ് കുറച്ച് ബഡ്ജറ്റ് രീതിയിൽ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു റേറ്റ് എടുത്തു. ഈ ഒരു ഫ്ലൈറ്റിൽ കയറി. പിന്നെ വേറൊരു ഇതുള്ളതെന്ന് വെച്ചാൽ അബുദാബി എയർപോർട്ട് വരെ പോകുന്ന വേറൊരു ഫ്ലൈറ്റ് ഉണ്ട്. അതാണ് അപ്പുറത്ത് കിടക്കുന്നത്. അതും ഇതേ ടൈമൊക്കെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇന്ന് ഇത് കഴിഞ്ഞിട്ട് ഈ ഫ്ലൈറ്റ് എടുത്തതിന് ശേഷമാണ് അത് എടുക്കുന്നത്. അതും ഈ മറ്റേ ശംഖുമുഖത്ത് ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നതുകൊണ്ടാണോ ഇത് ഡിലേ ആവുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും അങ്ങനെ ടൈം എടുത്ത് ലേറ്റായിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പതുക്കെ അനങ്ങി തുടങ്ങിയിട്ടുണ്ട് ഫ്ലൈറ്റ്. അപ്പം എന്തായാലും ഇപ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യും എന്ന് വിശ്വസിക്കാം. പിന്നെ അവിടെ അവർ ആ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും എല്ലാം തരുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഫ്ലൈറ്റ് മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ എന്തായാലും ടേക്ക് ഓഫ് ആവും എന്ന് വിശ്വസിക്കാം. ഫ്ലൈറ്റ് ലൈറ്റൊക്കെ ഡിമ്മായി ആ ഒരു സ്പീഡ് കൂടി വരുന്നുണ്ട് ഫ്ലൈറ്റിൽ. പിന്നെ ഈ ഒരു ഫ്ലൈറ്റിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്യുന്ന ഒരു ടൈമിൽ ഇവർ പ്രാർത്ഥനയായിട്ടാണ് ഇവർ തുടങ്ങുന്നത്. അതൊരു നല്ലൊരു കാര്യമാണ്. എല്ലാ ഫ്ലൈറ്റിലും ഇങ്ങനത്തെ ഒരു പരിപാടി വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഫ്ലൈറ്റ് നല്ല രീതിയിൽ കുലുങ്ങുന്നുണ്ട്. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനൊക്കെ വന്നു. നമ്മൾ ഇതെല്ലാം ഇപ്പോഴല്ല, കുറച്ച് മുമ്പേ നേരത്തെ അവർ പറയും സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടിരിക്കാൻ പറയും. അപ്പോൾ നമ്മൾ നേരത്തെ അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ ടേക്ക് ഓഫ് ആവും എന്നുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫായി. നമ്മളങ്ങനെ ട്രിവാൻഡ്രം വിട്ട് പോവുകയാണ്. ഉടനെ തന്നെ നമ്മൾ ഈ കേരളം വിടും, അത് കഴിഞ്ഞ് ഇന്ത്യ വിടും. എല്ലാം കഴിഞ്ഞ് നേരെ ഷാർജയിലോട്ടാണ് അടുത്ത നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഫ്ലൈറ്റിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. നമ്മുടെ ട്രിവാൻഡ്രം സിറ്റി നല്ല മനോഹരവും നല്ല കാണാൻ നല്ല രസമുണ്ട്. അവിടെ എന്തോ ഒരു ടർഫൊക്കെ കാണുന്നുണ്ട്. നല്ല കിടിലം വ്യൂ ആണ്. അപ്പോൾ ഈ ഒരു വ്യൂ ഉണ്ടല്ലോ, ഇനി ഞാൻ ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് എൻ്റെ വീട്ടിൻ്റെ മേളിൽ നിന്നിട്ട് അവരെടുത്തൊരു വീഡിയോ ഉണ്ട് ഫ്ലൈറ്റ് പോകുന്നത്. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതെൻ്റെ വീട്ടിൻ്റെ ടെറസിൽ നിന്നെടുത്ത വീഡിയോ ആണ്. ഞാൻ പോകുന്ന ഒരു ടൈമും പിന്നെ മറ്റേ ഇതിനകത്ത് ആപ്പൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ ആപ്പിൽ ഈ ടൈമും കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് നോക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ PNR ഒക്കെ വെച്ചിട്ട് നമുക്ക് നോക്കാൻ പറ്റും. അങ്ങനെ എടുത്തൊരു വീഡിയോ ആണിത്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ അടുത്തൊരാൾ ഇരിപ്പുണ്ട്. പുള്ളി ഷാർജയിലാണ് ജോലി ചെയ്യുന്നത്. പുള്ളിയായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവിടുത്തെ വിശേഷങ്ങളൊക്കെ തിരക്കി അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മളൊരു കാര്യം ആലോചിച്ചത്. ഈ ബുക്ക് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് നമുക്ക് വൈഫൈ കണക്ട് ചെയ്യാൻ പറ്റും.
വൈഫൈ കണക്ട് ചെയ്യുന്നത് വേറെ വലിയ പരിപാടിയൊന്നുമല്ല. അതിനകത്ത് ഈ വേറൊരു സൈറ്റിലോട്ട് പോകും നമ്മൾ ഇതിൻ്റെ വൈഫൈ കണക്ട് ചെയ്യുമ്പോൾ. ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കുക, എന്നിട്ട് ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ QR കോഡ് സ്കാൻ ചെയ്യുമ്പോഴേക്കും നമ്മൾ വൈഫൈ കണക്റ്റ് ആവും. കണക്ട് ആകുമ്പോഴേക്കും അവരൊരു സൈറ്റിലോട്ട് പോകും. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഇമെയിൽ, സീറ്റ് നമ്പർ, റെസിഡൻസി എവിടെയാണ് അത് എത്ര കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോഴേക്കും അതിൻ്റെ ഈ ഒരു സൈറ്റ് ഇങ്ങനെ ഓപ്പണായി വരും. ഇതിനകത്ത് സിനിമ കാണാം, പാട്ട് കേൾക്കാം, അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഫ്ലൈറ്റ് എവിടെ എത്തിയെന്ന് അങ്ങനെയൊക്കെ അറിയാൻ പറ്റേ. സ്ഥലത്തിൻ്റെ പേരൊന്നും കാണിക്കത്തില്ല, പക്ഷേ പറന്നു പോകുന്നൊരു സംഭവം അങ്ങ് കാണിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തുള്ള സിനിമകൾ. പിന്നെ ഹിന്ദിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ മലയാളം അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇത് TV ഷോസാണ്, അതും കുറേ ഒന്നുമില്ല, കുറച്ചൊക്കെ ഉള്ളൂ. അങ്ങനെ പിന്നെ സിനിമ കഴിഞ്ഞു, ഷോസ് ഉണ്ട്, പിന്നെ ഇതുണ്ട്, പിന്നെ ഓഡിയോ ഉണ്ട്, പാട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇത് കുറച്ച് ഗെയിംസാണ്, കുറേ നല്ല നല്ല ഗെയിംസൊന്നും അല്ല, കുഴപ്പമില്ലാത്തൊരു ഇത് പറയാം. ഗെയിം അത് ചുമ്മാ കളിക്കുമ്പോൾ കളിക്കാം. പിന്നെ ഇത് പാട്ടാണ്, പാട്ടിൻ്റെ എന്താ പറയുക, റേഡിയോ പോലെയാണ് പാട്ടൊക്കെ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് ഇതിൽ കാണിക്കുന്ന പരിപാടി. ഇതാണ് ഇത് കാണിക്കുക, നമ്മളെവിടെ എത്തി എങ്ങനെയാണെന്നുള്ളത്. വേറെ ഡീറ്റെയിൽസ് ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഇപ്പോൾ കണ്ടില്ലേ, അതേപോലെ ഫ്ലൈറ്റ് ഇത്ര മണിക്കൂറുണ്ട്, പാതിയായോ മുക്കാലായോ അങ്ങനെയൊക്കെ അറിയാൻ പറ്റും, ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ സിനിമ ഉണ്ടോ, ബോളിവുഡിൽ കുറച്ചൊക്കെ ഉണ്ട്. അതേപോലെ ബാക്കി എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ്, ഹിന്ദി, പിന്നെ അറബിക്, ഇത്രയേ ഉള്ളൂ. വേറെ ലാംഗ്വേജ് ഒന്നും ഞാൻ കണ്ടില്ല എന്തായാലും. പിന്നെ ആ പാട്ടിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നമ്മളെ റേഡിയോ പോലത്തെ ഒരു സെറ്റപ്പാണ്. എന്ന് വെച്ചാൽ ഹിന്ദി പാട്ട് ഇട്ടെന്ന് വെച്ചോ, ഹിന്ദി ഇട്ട് കഴിഞ്ഞാൽ ഒരു പാട്ടിന് വേറെ സെറ്റപ്പൊന്നും കാണിക്കത്തില്ല, ഇത് കാണിക്കും ഹിന്ദിയുടെ ഒരു സെറ്റപ്പ്. അത് പ്ലേ ആകുമ്പം റാൻഡം ആയിട്ടുള്ള കുറച്ച് പാട്ടുകൾ പ്ലേ ആയിക്കൊണ്ട്, ഇംഗ്ലീഷ് ആയാലും അങ്ങനെ തന്നെ, അറബിക്കായാലും അങ്ങനെ തന്നെ. അപ്പം ആ ഒരു രീതിയിലുള്ള. അപ്പം ഞാൻ വിചാരിച്ച് എന്തായാലും പാട്ട് കേൾക്കണ്ട, നമുക്കൊരു സിനിമ ഇട്ട് കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ ഒരു സിനിമ കാണാനുള്ള പ്ലാനിലിരിക്കുകയാണ്. ഇത് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നമുക്ക് ഇതിലിരുന്ന് ഒരു 6 മണിക്കൂറുണ്ട് എന്തായാലും. ഇവിടെ എത്താൻ വേണ്ടി കുറച്ച് സമയമുള്ളൂ, ഷാർജ നമ്മൾ എത്തിയിട്ടില്ല. അപ്പോൾ ഇത് കുറച്ച് കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി അടുത്ത സമയത്ത് അടുത്ത ഫ്ലൈറ്റ് കയറുമ്പോൾ കാണാമെന്നുള്ള പ്ലാനിലിരിക്കുകയായിരുന്നു. അങ്ങനെ അവർ ഫുഡൊക്കെ സെർവ് ചെയ്ത് തുടങ്ങി. അവർ സെർവ് ചെയ്ത് ഇങ്ങോട്ടൊക്കെ ഇപ്പം എത്തും. അപ്പോൾ എന്തായാലും ഈ ഇതൊക്കെ വെച്ച് എല്ലാം റെഡി ആയിട്ടിരിക്കാം. എന്തായാലും അവർ ഫുഡ് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഇരുന്ന് കഴിക്കാമല്ലോ. അപ്പം ഫുഡ് എത്തിയിട്ടുണ്ട്. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ തന്നെ അതിൽ സെലക്ട് ചെയ്തതാണ്. അപ്പം എന്താണ്, ബട്ടർ ചിക്കൻ, പിന്നെ റൈസ്, ഇത് തന്നെയാണ്. എന്നുള്ളത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത് കണക്ക് പോയ സമയത്തും ഇത് തന്നെയായിരുന്നു ഫുഡ്. പിന്നെ അപ്പം ഇതാണ് ഈ നൈറ്റുള്ളൊരു വ്യൂ. നൈറ്റ് ഒരിടത്തും വെട്ടമില്ല, ഒരു സ്പോട്ടിൽ മാത്രം എന്തോ വലിയ ടവർ എന്താണെന്ന് തോന്നുന്നു, മേഘത്തിൻ്റെ മേളിലോട്ട് നിൽക്കുന്ന എന്തോ ഒരു ടവറാണ്. അത് കണ്ടപ്പോൾ ഒരു ചെറിയൊരു ക്യൂരിയോസിറ്റി പോലെ തോന്നി, അതുകൊണ്ട് എടുത്തതാണ് ഈ ഒരു സംഭവം. ഇതെന്താണെന്നോ നമ്മളിപ്പോൾ എവിടെയാണെന്നോ ഒരു പിടിയുമില്ല. ഇതൊരു ബഡ്ജറ്റ് എയർലൈൻ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു അറിയാൻ പറ്റത്തില്ല, അറിയാമല്ലോ. അങ്ങനെ ഇരുന്നപ്പോഴേക്കും നമ്മൾ ഒരു കിടിലം അടുത്തൊരു ഏരിയയിലോട്ടെത്തി. ഇവിടെ നല്ല വെളിച്ചമുണ്ട്. എന്തായാലും മിഡിൽ ഈസ്റ്റിലെ ഏതോ ഒരു കൺട്രിയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ബഡ്ജറ്റ് എയർലൈൻസ് ആയതുകൊണ്ടും പിന്നെ ഇതിലിങ്ങനെ വരത്തില്ല, അറിയാമല്ലോ. നല്ല ക്യാഷ് കുറച്ചാണ് ഇതിൽ ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അറിയാമല്ലോ, നമുക്ക് സ്ക്രീനൊന്നും വരത്തില്ല. നമ്മുടെ ഇവരെ ഈ സൈറ്റിലായാലും ഇങ്ങനെയൊക്കെ കാണിക്കുകയുള്ളൂ. അവർക്ക് കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യാമായിരുന്നു, അത് വേറെ കാര്യം. പക്ഷേ അവർ മേടിക്കുന്ന ക്യാഷ് അത്രയേ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, അതിൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മൾ ലാൻഡിങ്ങിനായി റെഡി ആയിട്ടുണ്ട്. ഫ്ലൈറ്റ് നേരത്തെ മേഘത്തിൻ്റെ മേളിലായിരുന്നു, ഇപ്പോൾ താന്ന് കുറച്ച് താഴോട്ടെത്തി. അപ്പോൾ നമ്മുടെ ഷാർജയുടെ ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നൈസ് വ്യൂ ആണ്. നമ്മളിപ്പോൾ ഷാർജ എയർപോർട്ടിൽ ഞാൻ മുകളിലെത്തിയിരിക്കുകയാണ്. ഉടനെ തന്നെ ലാൻഡ് ചെയ്യുന്നതായിരിക്കും.
आपके सुखद की कामना करते हैं और हम आपको फिर से एयर अरेबिया बोर्ड पर देखने की आशा करते हैं. അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡായി നമ്മൾ ഇറങ്ങേണ്ട സ്ഥലത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുൾ എയർ അറേബ്യയുടെ ഫ്ലൈറ്റ് മാത്രമാണ് കാണുന്നത്. ഇവിടെ ഇറങ്ങിയിട്ട് വേറെ ഫ്ലൈറ്റ് ഒന്നും ഞാൻ കണ്ടില്ല. ഫുൾ എയർ അറേബ്യയുടെ ഫ്ലൈറ്റ് മാത്രമാണ്. എന്തായാലും നല്ല രസമുണ്ട് സംഭവം. വ്യൂ ഒക്കെ കൊള്ളാം. അത്ര കിടിലം വ്യൂ എന്ന് പറയാൻ പറ്റത്തില്ല, ഓക്കെയാണ്, എന്തായാലും പക്കയാണ്, കൊള്ളാം. അപ്പം നമ്മൾ നേരെ അവിടെ കൊണ്ട് കറക്റ്റായിട്ട് നിർത്തും. അകത്ത് കയറി പോവുക, അവിടെ പോയിരുന്ന് വെയിറ്റ് ചെയ്യുക, അതാണ് പ്ലാൻ. വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു ട്രാൻസിസ്റ്റ് വിസ എടുത്ത് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നതാണ്. പക്ഷേ നമുക്കത് വേണ്ട, നമുക്കിവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഷാർജ എയർപോർട്ടിനകത്തോട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് നേരെ നമുക്ക് ഗേറ്റിൻ്റെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, കാരണം നമുക്ക് നാളെ രാവിലെയാണ് ഫ്ലൈറ്റ്. ഇതിന് ഒരു 3 മണിക്കൂർ മുമ്പൊക്കെ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യാം, അതേ നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ 7 മണിക്കൂർ അടുപ്പിച്ച് അവിടെ നിന്ന് വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് പോകാനുള്ളതാണ്. അവിടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. 23-ാം നമ്പർ ഗേറ്റിലാണ് നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത്. ലേറ്റാണ്, മറ്റേതുപോലെ തന്നെ ഇവിടെയും ലേറ്റാണ്. ലേറ്റായി പതുക്കെയൊക്കെ പോവുള്ളൂ. ഒരു 15-20 മിനിറ്റ് ഇവിടെയും ലേറ്റായിരുന്നു. അപ്പോൾ നമ്മുടെ ബോർഡിങ്ങിൻ്റെ പരിപാടി തുടങ്ങി. അപ്പോൾ നേരെ ഇവിടെ ബസ്സിൽ കയറി. ഇവിടെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ അടുത്തോട്ട് പോയി. അവിടെ വച്ചാണ് അവിടെ നിർത്തിയതിന് ശേഷമാണ് നമ്മൾ ബസ്സിലോട്ട് കയറുന്നത്. ഇവിടെ വണ്ടി കുറേ നേരമായിട്ട് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നമ്മൾ കയറാനുള്ള ഫ്ലൈറ്റിൻ്റെ അവിടെ കൊണ്ട് നിർത്തി പതുക്കെ കയറുകയാണ്. ഇവിടെ രാവിലെ ഇപ്പം 7 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഫ്ലൈറ്റിൽ കയറി. 7:15-നാണ് ഫ്ലൈറ്റ് പോകേണ്ടത്. പക്ഷേ ഇപ്പോൾ 7:30 കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഫ്ലൈറ്റ് ഇതുവരെ എടുത്തിട്ടില്ല. എന്തായാലും ഇവർ പറയുന്നത് വെച്ചിട്ട് 7:50-ന് ഫ്ലൈറ്റ് എടുക്കുമെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പോഴേക്കും അവർ ഇൻസ്ട്രക്ഷനൊക്കെ തരുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഫ്ലൈറ്റ് ചെറുതായിട്ടൊന്ന് മൂവായി തുടങ്ങിയിട്ടുണ്ട്. ഉടനെ തന്നെ ടേക്ക് ഓഫ് ആവുന്നതായിരിക്കും എന്ന് വിശ്വസിക്കാം. പിന്നെ വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ല, ഇതിനടുത്ത് അല്ല റൺവേ വരുന്നത് കുറച്ചും കൂടെ അപ്പുറത്താണ്. അപ്പം ഈ ഫ്ലൈറ്റ് ഇവിടെ നിന്ന് എടുത്ത് ഓടി അങ്ങോട്ട് പോയി, അത് കഴിഞ്ഞിട്ടാണ് ടേക്ക് ഓഫ്. അങ്ങനെ ഫ്ലൈറ്റ് ഓടി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഓടി അപ്പുറത്ത് പോകണം. അപ്പം വെളിയിൽ നല്ല കിടിലം വ്യൂ ആണ്. നമ്മുടെ ഷാർജ എയർപോർട്ടിൻ്റെ ഒരു വ്യൂ കിടിലമാണ്, പുറത്തുനിന്നുള്ള വ്യൂ. അകത്ത് വലിയ മെനയില്ലെങ്കിലും പുറത്ത് പൊളിയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ നല്ല കിടിലം കാഴ്ചകളാണ് ഉള്ളത്. ഒരു അറബ് കൺട്രി വൈബ് അടിക്കുന്നുണ്ട് ഇവിടെ തന്നെ. നേരത്തെ പറഞ്ഞ പോലെ ആ അറബ് വൈബ്, അവിടെ ഈന്തപ്പനയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മുടെ ഷാർജ എയർപോർട്ട് അതിൻ്റെ ഒരു വൈബ് കിടിലായിട്ട് തന്നെ തരുന്നുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഒരു സ്പീഡ് ചെറുതായിട്ടൊന്ന് കൂടി നേരെ വെച്ച് പോയാണ്. സൂര്യൻ്റെ നല്ല വെളിച്ചമൊക്കെ കിടിലായിട്ട് അടിക്കുന്നുണ്ട്. അത് നമ്മൾ കാര്യമാക്കാൻ പറ്റത്തില്ലല്ലോ. ഇനി ഫ്ലൈറ്റ് പൊങ്ങി തുടങ്ങുമ്പം നമുക്കിത് ഇപ്പുറ സൈഡിലോട്ട് വരും. നമ്മൾക്ക് പോകാനുള്ള വേറെ സൈഡിലോട്ടാണ്. അപ്പം അതുകൊണ്ട് വലിയ സീനില്ല. അങ്ങനെ നമ്മൾ കറക്റ്റ് നമ്മളെ റൺവേയിലോട്ട് കയറി. ഫ്ലൈറ്റിൻ്റെ സ്പീഡ് നല്ല കൂടി വരുന്നുണ്ട്. അപ്പോൾ അവർ ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ് ഫ്ലൈറ്റ്. ഫ്ലൈറ്റ് ടേക്ക് ഓഫായി. നമ്മൾ ഇന്നലെ രാത്രി കണ്ട ഒരു വ്യൂ ആണ്. രാത്രി കണ്ടപ്പോൾ ലൈറ്റ്സൊക്കെ ആയിട്ട് വേറൊരു വ്യൂ. ഇപ്പോൾ രാവിലെ കാണുമ്പോൾ അതിൻ്റെ
ഒരു വെളിച്ചം തട്ടിയിട്ടുള്ളൊരു കിടിലം വ്യൂ ആണിത്. ഫുള്ള് ബിൽഡിങ്സും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ്. ഒരു മിഡിൽ ഈസ്റ്റ് കൺട്രി ആ ഒരു വൈബ്. ദുബായ് കണക്കല്ല, ദുബായ് വേറെ. ഈ ദുബായ് എന്ന് പറയുമ്പോൾ ഒരു മോഡേൺ ബിസി അങ്ങനെയുള്ളൊരു വൈബാണ്. നമുക്ക് കാണുമ്പോഴേ ഒരു മനസ്സിലാവും, ഒരു മോഡേൺ വൈബാണ് മൊത്തത്തിൽ. പക്ഷേ ഷാർജ എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ കാമായിട്ടുള്ളൊരു രീതിയിലുള്ളതാണ്. ഒരു അറ്റ്മോസ്ഫിയർ ആയാലും ഒരു നമുക്ക് കാണുമ്പോൾ ഒരു വ്യത്യാസം തോന്നും. അവിടെ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ളതാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഒരു ഗ്ലൂമി ആയിട്ടുള്ളൊരു വൈബാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇങ്ങനെയുള്ളൊരു ഫീച്ചറാണ് ഇവിടെ. രണ്ടും സെയിം കൺട്രിയാണ്, പക്ഷേ രണ്ടും വെച്ച് നോക്കുമ്പോൾ എൻ്റയർലി ഡിഫറെൻ്റാണ് രണ്ടും. എന്തൊക്കെ പറഞ്ഞാലും പക്ഷേ ആ വ്യൂ അടിപൊളിയാണ്. ഇവിടുത്തെ മൊത്തത്തിലുള്ള വ്യൂ കിടിലമാണ്. കുറേ ബിൽഡിങ്സും അങ്ങനത്തെ കുറേ സെറ്റപ്പും. ഇത് കഴിഞ്ഞിട്ട് കടലിലോട്ട് പോകുന്നൊരു വ്യൂ ഉണ്ട്, അതെല്ലാം നൈസാണ്. നമ്മൾ ഇങ്ങനത്തെ വ്യൂ ഒക്കെ പലയിടത്തും കാണാറുള്ളതാണ്. ഇതിനേക്കാളും കിടിലം വ്യൂകളുണ്ടെന്ന് പറയാം. പക്ഷേ നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ കുറേ ബിൽഡിങ്സ് അങ്ങനത്തെ സെറ്റപ്പൊക്കെ നൈസ് വ്യൂ ആണ്. Ladies and gentlemen, welcome aboard once again. My name is Amin وبنتك عم بكون تيم along with Via Midma كم اسمي وزن أنتيا and we enjoy have a comfortable and enjoyable flight. Now that we are in the air, I would like to share some more details about this flight. For your safety, we recommend that you keep a seatbelt fastened once seated just in case when unexpected turbulence. As a reminder, smoking including e-cigarettes and vapes is prohibited on board, and the word toilets are included for small detectors. Vacant seats at the front are available for purchase. If you would like to upgrade to a front row seat, just ask one for our purpose. We will be starting our onboard service shortly, beginning with the ordered meals followed by onboard purchases. You can find the Sky Cafe menu in the seat pocket. Payments can be made by card or cash. For entertainment, to ensure complimentary SkyTime and flight labels are connected to the SkyTime network on the device with regular mode. The AIB Foundation. ഇനി ഒരു 5 മണിക്കൂർ കൂടെ ഉണ്ടെന്നാണ് ഇതിൽ കാണിക്കുന്നത്. 5.41 മണിക്കൂറാണ് ഇനിയുള്ളത്. അപ്പം ഞാൻ വിചാരിച്ച് ആദ്യം കുറച്ച് പാട്ട് കേൾക്കാമെന്നുള്ള പ്ലാനാണ്. എന്നിട്ട് എന്ത് ചെയ്യാം, മറ്റേ നേരത്തെ കണ്ടുകൊണ്ടിരുന്നില്ലേ സിനിമ, അത് തന്നെ കണ്ടുകൊണ്ടിരിക്കാം എന്നാണ് ഒരു പ്ലാൻ. പിന്നെ ഞാൻ ഇനി പാട്ട് എടുക്കുമ്പോൾ ഉള്ളൊരു സംഭവം ഇതുവരെ കാണിച്ചു തന്നില്ല, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പാട്ടെടുക്കുമ്പോൾ കണ്ടോ, ഇത് ഈ ഒരു സെറ്റപ്പാണ്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും താഴെ പ്ലേ ആവുന്നുണ്ട്. റാൻഡമായിട്ടുള്ള കുറച്ച് പാട്ടുകളാണ്, അല്ലാതെ മറ്റേ നമുക്ക് ഇഷ്ടമുള്ള പാട്ട് അങ്ങനെ പറ്റത്തില്ല. നമുക്ക് മാറ്റാൻ പറ്റും. ആ ഒരു ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ അടുത്ത പാട്ട് അങ്ങനെ സെലക്ട് ചെയ്ത് പോകാം. അല്ലാതെ നമുക്ക് ഇഷ്ടപ്പെട്ട് പാട്ട് ഇത് കേൾക്കാമെന്നും പറഞ്ഞ് അങ്ങനെ പറ്റത്തില്ല. ആ രീതിയിലൊന്നും ഇല്ല. എന്തായാലും ചുമ്മാ എടുത്തൊന്ന് നോക്കുകയാണ്. വേറെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് കാണാമല്ലോ എന്നുള്ള പ്ലാനിൽ എടുക്കുകയാണ്. ഇപ്പം ഞാൻ സാധാരണ കാണുന്ന സീരീസും ഇല്ല, ഞാൻ കണ്ടിട്ടില്ലാത്ത സിനിമകളും ഇല്ല. ഇതിലുള്ള സിനിമകൾ ഭൂരിഭാഗം കണ്ടിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് മറ്റേ സിനിമ കാണാനുള്ള പ്ലാനിലാണ്. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴേക്കും അവർ ഫുഡ് സെർവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കുള്ള ഫുഡ് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ചിക്കൻ അൽഫ്രെഡോ പാസ്തയാണ് നമ്മളിന്ന് ഈ ഒരു ഫ്ലൈറ്റിൽ ചൂസ് ചെയ്തത്. കാര്യം രാവിലെ ആണല്ലോ, രാവിലെ കഴിക്കാൻ പറ്റിയ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നല്ലത്. അതുകൊണ്ട് നമ്മൾ ഇതാണ് എടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് സാധനം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ഫുഡാണ്. മറ്റേ ഫസ്റ്റ് ഫ്ലൈറ്റിൽ കഴിച്ചതും പിന്നെ ഇതും രണ്ടും കൊള്ളാം, നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ ഇവിടുത്തെ പുറത്തുള്ള ആ ഒരു വ്യൂ നോക്കിയിരിക്കുകയായിരുന്നു. സംഭവം അടിപൊളി ഒരു വ്യൂ ആണ്. എന്നുവെച്ചാൽ മലയും അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. സംഭവം കൊള്ളാം.
ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ വോൾക്കാനോ. നല്ല കിടിലം വ്യൂ അല്ലേ, ഫുള്ള് ആ ഒരു വോൾക്കാനോ നിന്ന് വന്ന ആ ഒരു ലാവ കട്ടി പിടിച്ചുണ്ടായ ഒരു ഭൂപ്രദേശമാണ് മൊത്തത്തിൽ. അതിൻ്റെ മേളിൽ ആ ഒരു വൈറ്റ് സ്നോയൊക്കെ വീണ് കിടക്കുന്ന കാണാൻ നല്ല രസമാണ്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഈ ഫ്ലൈറ്റിലെ ലാബറട്ടറി. ചെറിയ സെറ്റപ്പാണ്, പക്ഷേ ആവശ്യത്തിനുള്ളതൊക്കെ ഉണ്ട്. ഇതിനേക്കാളും പക്ഷേ നമ്മുടെ വന്ദേ ഭാരതിലെ ലാബറട്ടറി കുറച്ചും കൂടെ നൈസായിരുന്നു. പിന്നെ നേരെ ഞാൻ തിരിച്ചു വന്ന് ഇവിടെ സീറ്റിലിരുന്നു. ഇപ്പോൾ വേറൊരു വ്യൂ ആണ്, നമ്മുടെ കടലിൻ്റെ മേളിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു വ്യൂ ആണിത്. മേഘങ്ങളൊക്കെ കുറച്ച് അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഉണ്ട്, താഴെ കടലാണ്. പിന്നെ കാണുന്നത് ഫുൾ മേഘം കൊണ്ട് മൂടി കിടക്കുകയാണ്. മിക്കവാറും താഴെ മഞ്ഞാവാനാണ് ചാൻസ്. മഞ്ഞ് പെയ്യുന്ന ഒരു ക്ലൈമറ്റ് കണക്കുണ്ട് ഇത് മൊത്തത്തിൽ. ആ മേഘങ്ങളുടെ ആ ഒരു ഷേപ്പും ആ ഒരു ഇതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ നമ്മൾ ഓസ്ട്രിയയുടെ മേളിൽ കൂടെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഓസ്ട്രിയയുടെ ക്യാപിറ്റലായ വിയന്നയുടെ മേളിലാണ്. വിയന്ന എയർപോർട്ട് ഉടനെ എത്തുന്നതായിരിക്കും. നമ്മൾ അവിടുത്തെ ഒരു മേഘത്തിൻ്റെ വൈബാണിത്. ഫുള്ള് മൂടിക്കിടക്കുകയാണ്. 3 ഡിഗ്രി തണുപ്പെന്നാണ് പറയുന്നത്. 3 ഡിഗ്രി എന്നൊക്കെ കേൾക്കുമ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ തോന്നും, വിറയ്ക്കുന്ന തണുപ്പാണ്. എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് എങ്ങനെയാണ് അവിടുത്തെ ഒരു സെറ്റപ്പ് എന്നുള്ളത് ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഇത് മേഘം തന്നെ കിടക്കുന്നുണ്ട്, ഫുള്ള് മൂടി കിടക്കണം. അപ്പം അതിൻ്റെ താഴോട്ട് ഒരു സൺലൈറ്റിൻ്റെ ഒരു ചെറിയ അംശം പോലും അങ്ങോട്ട് പോകത്തില്ല. ആ ഒരു രീതിയിലാണ് മേഘം നിൽക്കുന്നത്. ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ ഒരു ചെറിയൊരു ലെയർ പോലെയൊക്കെ ഉണ്ട്, പക്ഷേ നല്ല കട്ടിയാണ്. നിങ്ങൾക്ക് ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും എത്ര കട്ടിയായിട്ടാണ് ആ ഒരു മേഘം ഉള്ളതെന്ന്. അപ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. ഇതിപ്പം അറിയാൻ പറ്റും ഈ മേഘത്തിൻ്റെ ഒരു ലെയറും കട്ടിയും. ഇപ്പം കണ്ടില്ല, നല്ല വെയിലുണ്ട്, പക്ഷേ ഇപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്തോ. ഇതിനിപ്പം ഇതങ്ങ് മൊത്തത്തിൽ മാറുന്ന ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് ഇപ്പം അറിയാൻ പറ്റും.
جالسين في مقاعدكم مع ترك أحزمة المقاعد مربوطة حتى تتوقف الطائرة نهائيا وتنطفئ إشارة ربط الأحزمة. قبل مغادرة الطائرة يرجى أخذ جميع أمتعتكم الشخصية، كما يرجى أخذ الحذر عند فتح الخزانات العلوية نظرا لتحرك الأمتعة طوال الرحلة. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ 2 ഫ്ലൈറ്റ് കയറി. നമ്മുടെ ഷാർജയിൽ കുറച്ച് 10 മണിക്കൂർ ലേവർ ഉണ്ടായിരുന്നു. അത് മാത്രമേ കുറച്ച് കുഴപ്പമായിട്ടുള്ളൂ. ഒരു സീനും ഇല്ലായിരുന്നു. കിടിലമായിട്ട് ലാൻഡ് ചെയ്തു. പിന്നെ സീനില്ലെന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് നല്ല ലേറ്റ് ആയിരുന്നു. 2 ഫ്ലൈറ്റും ലേറ്റ് ആയിരുന്നു. അങ്ങനെ ഒരു ചെറിയ ചെറിയ കുഴപ്പങ്ങൾ അതൊക്കെ എന്തായാലും വരും. ചിലപ്പം കറക്റ്റായിട്ട് വരും, ചിലപ്പം അങ്ങനെ ഇല്ല. ഇപ്പം നമ്മളവിടെ നിന്ന് ഇറങ്ങി ബസ്സിലാണ് വന്ന് ഇവിടെ ഇങ്ങോട്ട് വന്നത്. അവിടെ നേരത്തെ നമ്മൾ ബസ്സിൽ പോയില്ല, അതേപോലെ അവിടെ നിന്ന് ബസ്സിൽ കൊണ്ട് ഇറക്കി. നമ്മൾ എന്നിട്ട് നേരെ പോകുന്ന ഇമിഗ്രേഷനിലാണ്. ഇമിഗ്രേഷനിൽ നിന്ന് ഇറങ്ങി. അവിടെ വേറെ വള്ളിയൊന്നുമില്ല. ഇമിഗ്രേഷനിൽ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് എടുത്തില്ല. ഇനി നമ്മൾ നേരെ പാസ്പോർട്ടും വിസയൊക്കെ കാണിച്ച് അങ്ങനെ ഇറങ്ങി നേരെ പോകുന്നത് ബാഗ് എടുക്കാനാണ്. ബാഗും എടുത്തു. എയർപോർട്ടിൻ്റെ വെളിയിലോട്ട് ഇറങ്ങി. ഇത് എയർപോർട്ടിൻ്റെ പുറത്താണ്. ഇവിടെയാണ് ഈ പരിപാടികൾ. അപ്പോൾ നമ്മൾ തൊണ്ടയൊക്കെ അടഞ്ഞു പോയി. നല്ല അത്രയ്ക്ക് തണുപ്പാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് വിയന്നയിലാണ്. വായനണ്ട പോകാറുന്നത് 2 ഡിഗ്രി എന്തോ ആയിരുന്നു ഫ്ലൈറ്റ് ഇരുന്നപ്പോൾ അവർ പറഞ്ഞത്. അപ്പോൾ അതിലും കുറഞ്ഞു കാണും, കാരണം ടൈം അങ്ങനെ ഒരു ടൈമാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇനി നേരെ ബ്രാട്ടിസ്ലാവയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ സ്ലോവാക്കിയയിലോ ബ്രാട്ടിസ്ലാവയിലോട്ടാണ് പോണത്. എന്നിട്ട് അവിടെ പോയിട്ടാണ് നമുക്ക് അക്കോമഡേഷനും കാര്യങ്ങളും അവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോവാം. നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ബസ് സ്റ്റോപ്പിലാണ്. 3-ാം നമ്പർ ബസ് സ്റ്റോപ്പിലാണ് നിൽക്കുന്നത്. ഇവിടെയാണ് നമുക്കുള്ള ബസ് വരുന്നത്. അപ്പം നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. കുറേ ഉണ്ട്, എല്ലാം വെച്ച് ഞാൻ വെയിറ്റിംഗ് ആണ്. വേറെ ആൾക്കാരും വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാം. ബസ്സിന് എപ്പോൾ വരും എന്തോ. നമ്മൾ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം ഇതിൽ ടൈമും കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട്. നമ്മൾ ആ ഒരു 2:25 നമുക്കുള്ള ബസ് വരുന്നത്. അപ്പോൾ എന്തായാലും ബസ് വന്നു. അതിനകത്ത് കയറി. നമ്മൾ ബാഗൊക്കെ ആദ്യമേ സെറ്റ് ചെയ്യാനുള്ള ഇത് കാണിക്കും. നമ്മളവിടെ വെച്ചിട്ട് അതിനകത്ത് വെച്ചിട്ട് അകത്തോട്ട് കയറും. ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ടിക്കറ്റ് എടുക്കുമല്ലോ. ടിക്കറ്റ് എടുക്കുമ്പോൾ അതിലൊരു QR കോഡ് വരും. അത് അവർ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ബാഗ് എടുത്ത് വെച്ചോളാൻ പറയും. ബാഗ് വെക്കുക, അത് കയറുക. പിന്നെ ഇവിടുത്തെ വേറൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഇവിടെ ആർക്കും ഭാഷ അറിയത്തില്ല. ഒരാൾക്ക് പോലും ഇംഗ്ലീഷ് അറിയത്തില്ല. ആ ഭാഷയാണ് കേട്ടോ, അല്ലാതെ അവരുടെ ഭാഷയല്ല. അവരുടെ ഭാഷ മാത്രമേ അവർക്കറിയാവുള്ളൂ. പിന്നെ ചിലർക്ക് ജർമ്മൻ അറിയായിരിക്കും. പിന്നെ വേറെ എന്താ അടുത്തുള്ള രാജ്യങ്ങളുടെ ഭാഷയൊക്കെ അറിയായിരിക്കും. അല്ലാതെ വേറൊന്നും അറിയത്തില്ല. ഈ ഓസ്ട്രേലിയയിൽ പക്കയായിട്ടുള്ളത് ജർമ്മനാണ്. അപ്പോൾ അവർക്കത് ജർമ്മൻ അറിയാം. അല്ലാതെ വേറെ ഭാഷകളൊന്നും ഒരു പിടിയും കാണത്തില്ല. അതുകൊണ്ട് മാക്സിമം ഇവിടുത്തെ ഭാഷ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞ് വെച്ചിട്ട് വരുന്നതായിരിക്കും സേഫ്. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഓസ്ട്രേലിയ കൂടെയാണ്. ഇവിടെ നിന്ന് നമ്മൾ ഇവിടുത്തെ ബോർഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വരുന്നത് ഇവിടുത്തെ ക്യാപിറ്റലാണ്. ബ്രാട്ടിസ്ലാവ എന്നാണ് പേര്. അപ്പോൾ നേരെ അവിടെ പോവുക. അവിടെ ആണ് നമ്മുടെ അക്കോമഡേഷനും കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമ്മളങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ നൈസ് വ്യൂ ആണ്. ഒരു യൂറോപ്പ് വൈബ് ഉണ്ട് ഇവിടുത്തെ ആ ഒരു വ്യൂവിന്. ഇപ്പോൾ നേരെ കാണുന്നതാണ് UFO ബിൽഡിംഗ് ആണ്. UFO ബിൽഡിംഗ് അല്ല, UFO ടവർ. ഇവിടുത്തെ ഒരു റെസ്റ്റോറൻ്റ് ആണ് അതിൻ്റെ മേളിൽ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ബ്രാട്ടിസ്ലാവ കാസിലുണ്ട്. അത് ഞാൻ പിന്നെ ഒരു ഇതിൽ കാണിച്ചു തരാം. പിന്നെ ഇതൊക്കെ ഈ സൈഡിലെല്ലാം ഗ്രഫീറ്റിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തുള്ള നല്ല നല്ല പിള്ളേർ. എല്ലാ രാജ്യത്തും ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാണണമല്ലോ. പക്ഷേ വൃത്തിയുടെ കാര്യത്തിൽ പക്കയാണ്. കാരണം ഇവിടെ അവർ വേസ്റ്റൊന്നും ഇടാറില്ല. എല്ലായിടത്തും വേസ്റ്റ് ബാസ്ക്കറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പരിപാടികളും ഇല്ല. ഇങ്ങനെ ഈ പാലമൊക്കെ ക്രോസ് ചെയ്ത് നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തിയില്ല. കുറച്ചും കൂടെ ഉണ്ട്. നമുക്കിനി നേരെ പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു മോളുണ്ട്. മോളിലാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് മുകളിൽ കയറി നേരെ അകത്തൂടെ ഇറങ്ങുമ്പോഴേക്കും വെളിയിലോട്ട് ഇറങ്ങുക. ഒരു ക്യാബ് വരും. ക്യാബിൽ കയറി പോകണം. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്നെ ഇപ്പം മുകളിലോട്ട് എടുക്കാൻ ഒരു എന്ന് വെച്ചാൽ ഇവിടെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ സെറ്റപ്പിലൊന്ന് പറഞ്ഞു തരാൻ വേണ്ടി ഒരാൾ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുള്ളി വന്നു. എൻ്റെ ഒരു ബാഗും പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പുള്ളി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇതൊക്കെയാണ് കാര്യങ്ങൾ. എന്നെ കോൾ ചെയ്തപ്പോഴേ പറഞ്ഞായിരുന്നു ഇങ്ങനെയാണ് വിഷയങ്ങൾ. നമ്മൾ വെളിയിൽ ഇറങ്ങിയപ്പോഴേക്കും കാർ വന്നു. ഇവിടെ കാർ ബുക്ക് ചെയ്യുന്ന ബോൾട്ട് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അതുവഴിയാണ് നമ്മൾ കാർ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാറിൽ കയറി. പുള്ളി കുഴപ്പമൊന്നുമില്ല. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഫ്രണ്ട്ലിയാണ്, പക്കാ ഫ്രണ്ട്ലിയാണ്. പക്ഷേ അതിനിടയ്ക്കും കുറച്ച് പേരെങ്കിലും കാണും റേസസ് പോലത്തെ കാണിച്ച് വരുന്നത്. അപ്പോൾ റൂമിലെത്തിയിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. അങ്ങനെ നമ്മൾ റൂമിലെത്തി. റൂം കുഴപ്പമില്ല, ഓക്കെയാണ്. ഇവിടെ 2 പേരാണ്. നമ്മൾ 2 പേരും കൂടെയാണ് റൂം ഷെയർ ചെയ്യുന്നത്. റൂം ഓക്കെയാണ് സംഭവം. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇവിടത്തോട്ടുള്ളൊരു വ്യൂ ആണ്. ഇതിൻ്റെ
തൊട്ട് ഫ്രണ്ടിൽ തന്നെ ആവശ്യത്തിനുള്ള സംഭവങ്ങളെല്ലാം കിട്ടുന്ന കടകളും അത് ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇത് മെയിൻ റോഡ് തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്നത്. ഇവിടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല കുറേ ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. അങ്ങനത്തെ സെറ്റപ്പാണ്. വലിയ ഒരു ഹോട്ടൽ തന്നെയാണിത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് പുറത്ത് പോയാണ്. അപ്പോൾ ഈ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ബാക്കി ഇവിടുത്തെ കാഴ്ചകളും ബാക്കി പരിപാടിയൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ ഞാൻ വരുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്തും കൂടെ വച്ചിരിക്കുക. അപ്പോൾ എന്നാലേ അടുത്ത വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.